ഹായ് ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും അർച്ചന ചേച്ചിയുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും കാത്തിരുന്ന നല്ലൊരു എപ്പിസോഡാണ് കേട്ടോ ഇനി വരാനായിട്ട് പോകുന്നത്. വിജയ് ശങ്കറും അർച്ചനയും നേർക്കുനേർ ഏറ്റുമുട്ടാനായിട്ട് കോടതിയിൽ നമ്മുടെ അർച്ചനയുടെ വിജയം, അതുപോലെ തന്നെ വിജയ് ശങ്കറിൻ്റെ തോൽവിയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ കാണിക്കാനായിട്ട് പോകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ അർച്ചന രാജീവിനെ കണ്ട് അവിടെയുള്ള അവസ്ഥകളുമെല്ലാം നമ്മുടെ ഗീതുവിനെ ചെന്ന് അറിയിക്കുന്നുണ്ട്. ഗീതുവിന് അത് കേട്ട് ആകെ ഒരുപാട് കരഞ്ഞ് വിഷമിക്കുന്നുണ്ട്. ഞാൻ ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജീവിതം ജീവിക്കുന്നത്? എനിക്ക് വയ്യ, ഞാൻ ഇനി ആർക്ക് വേണ്ടിയിട്ടുമില്ല, ഞാൻ മരിക്കാൻ പോവുകയാണ് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. നീ അങ്ങനെ തോറ്റു കൊടുക്കേണ്ടവളല്ല എന്നൊക്കെ പറയുന്നുണ്ട് അർച്ചന. ആ സമയത്ത് തന്നെ ഈ വീഡിയോ എല്ലാം ആളുകളിലേക്ക് എത്തിയതും തൻ്റെ മാനാഭിമാനം എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ അവൾ ഒരുപാട് മുറവിളി കൂട്ടുന്നുണ്ട് ആ ആശുപത്രി കിടക്കയിൽ നിന്ന്. ആ സമയത്ത് തന്നെ അർച്ചന പറയുന്നുണ്ട്, നീയല്ല മോളെ ശിക്ഷ അനുഭവിക്കേണ്ടത്, നിന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച ആ 3 ആൾക്കാരും, അതുപോലെ തന്നെ നിൻ്റെ ഈ ഒരു അവസ്ഥയിൽ പോലും ഒരു സപ്പോർട്ടും ഇല്ലാതെ, ഒരു കരുതലുമില്ലാതെ നിന്നെ മാറ്റി നിർത്തിയ നിൻ്റെ ഭർത്താവും നിൻ്റെ ഭർത്താവിൻ്റെ അമ്മയുമാണ് കോടതിക്ക് മുന്നിൽ കയറ്റേണ്ടത്. നിയമത്തിന് മുന്നിൽ അവർക്കാണ് ശിക്ഷ നടപ്പിലാക്കി കൊടുക്കേണ്ടത്. അത് ഞാൻ ഏറ്റു എന്ന് നമ്മുടെ ഗീതയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് അർച്ചന. അത് കേട്ട് ഒരുപാട് സന്തോഷം, സമാധാനത്തോടു കൂടി നമ്മുടെ നമ്മുടെ അർച്ചനയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ വിജയ് ശങ്കർ ആണല്ലോ ആ മറ്റേ പയ്യൻ്റെ അച്ഛൻ വിളിച്ച് ആ കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. വിജയ് ശങ്കർ പിന്നെ പൈസ കൊടുക്കുകയാണെങ്കിൽ ഏത് റിസ്ക് പിടിച്ച കേസും ഏറ്റെടുക്കാനും അതിൻ്റെ വിജയം കണ്ടെത്താനും ഉള്ള കുറുക്ക് വഴികൾ തിരഞ്ഞെടുക്കാൻ ഭയങ്കര മിടുക്കനാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പയ്യൻ്റെ അച്ഛൻ ആ ഒരു കേസ് വിജയ് ശങ്കറിന് കൊടുത്തതും. അങ്ങനെ വിജയ് ശങ്കർ നേരിട്ട് ഈ കേസുകളെ പറ്റി അറിയാനായിട്ട് ആ പയ്യൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും എൻ്റെ മകനെ ഇതിൽ നിന്ന് വിട്ട് കിട്ടണം, അവൻ നിരപരാധിയാണെന്ന് തെളിയണം, ഞങ്ങളുടെ പ്രസ്റ്റേജ് ഇഷ്യൂ ആണ് വിജയ് ശങ്കർ, താൻ ഇതിൽ ഇടപെടണം, താൻ ഈ കേസ് ജയിപ്പിച്ച് തന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ ഏറ്റു. ഈ വിജയ് ശങ്കർ ഒരു കേസ് ഏറ്റെടുത്താൽ അത് ജയിക്കാതെ പോകുമോ? ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ അത് വിജയിച്ചിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ ആ ചെക്കൻ്റെ അച്ഛന് വാക്ക് കൊടുക്കുന്നുണ്ട്. അത് കേട്ട് അവർക്കും ഒരുപാട് സമാധാനം ആവുന്നുണ്ട്. പക്ഷേ എതിർഭാഗം വക്കീൽ അത് അർച്ചനയാണെന്ന് വിജയ് ശങ്കറിന് അറിയുന്നില്ല. അങ്ങനെ കോടതിയിലേക്ക് പോകുന്നുണ്ട് പിറ്റേന്ന്. അങ്ങനെയാണ് ആ സമയത്ത് അവിടെ ഒരു ജൂനിയർ വക്കീൽ നമ്മുടെ വിജയ് ശങ്കറിനോട് പറയുന്നത്, ഇങ്ങനൊരു കേസ്, ഗീതുവിൻ്റെ കേസ്, അതിപ്പോൾ എല്ലാവരും അറിഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളായല്ലോ. അത് ഏറ്റെടുത്തിരിക്കുന്നത് ആരാന്നറിയോ? അർച്ചന മേഡമാണ് സാറിനെതിരെ കോടതിയിൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് ഒരുപാട് നെട്ടലോടുകൂടി വിജയ് ശങ്കർ, അർച്ചനയോ? അവളെങ്ങനെ ഈ കേസിൽ വന്ന് പെട്ടു എന്ന് ചോദിക്കുന്നുണ്ട്. അത് അർച്ചന മേഡമാണ് ആ ഗീതുവിനെ രക്ഷപ്പെടുത്തിയതും ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതും ഈ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്തതൊക്കെ അവരാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കണമെന്ന് തന്നെയാണ് അർച്ചന മേഡത്തിൻ്റെ തീരുമാനം എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ അവളെ ഞാൻ തോൽപ്പിച്ചിരിക്കും. അവളുടെ വ്യാമോഹമാണ് ഈ കേസിൽ ജയിക്കുമെന്നതും ഈ കേസ് ഏറ്റെടുത്തതിന് തന്നെ അവൾ ഖേദിക്കുമെന്നൊക്കെ വിജയ് ശങ്കർ ആ ജൂനിയർ വക്കീലിനോട് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് നമ്മുടെ അർച്ചന വരുന്നുണ്ട്. അങ്ങനെ അർച്ചനയോട് അപ്പം തന്നെ പറയുന്നുണ്ട് വിജയ് ശങ്കർ, നീ എന്തിനാ ഈ കേസ് ഏറ്റെടുക്കാൻ പോയത്? വെറുതെ നാണം കെട്ട് തോറ്റ് തുന്നം പാടാൻ നിൽക്കണ്ട, നീ ഇപ്പോൾ തന്നെ ഇതിൽ നിന്ന് പിന്മാറുന്നതോ നല്ലത് എന്ന് അർച്ചനയോട് പറയുന്നുണ്ട്. പക്ഷെ അർച്ചന ഒരു പുച്ഛഭാവത്തോടു കൂടി പറയുന്നുണ്ട്, തോക്കോ ജയിക്കോ എന്നൊക്കെ നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അതൊക്കെ നിയമവും കോടതിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്തായാലും തോക്കാനാണ് പോകുന്നത്, അപ്പോൾ മുൻകൂട്ടി ഒന്ന് പറഞ്ഞേ ഉള്ളൂ എന്നൊക്കെ, നീ എൻ്റെ ഒപ്പം നിൽക്കാനും എൻ്റെ ഒപ്പം വാദിച്ച് ജയിക്കാനൊന്നും നിന്നെക്കൊണ്ട് ആവില്ല, ഒക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത്രത്തോളം കേസുകൾ ഏറ്റെടുത്തും അത് വിജയിപ്പിച്ചും എനിക്ക് അതിനുള്ള പ്രവൃത്തി പരിചയമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അർച്ചന പറയുന്നത്, ഇതിന് പ്രവൃത്തി പരിചയമൊന്നും വേണമെന്നില്ല, ഏത് തെറ്റ് ഏത് ശരിയെന്ന് വ്യക്തമാക്കി കൊടുത്താൽ കോടതിക്ക് ബോധ്യപ്പെടും. ആ ഗീതുവിന് അവളെ രക്ഷിച്ചത് ഞാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഊരാക്കുടുക്കിൽ നിന്നും ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നും അവളെ കരകയറ്റി വിടാനും അവളെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച ആ കൂട്ടർക്ക് കടുത്ത ശിക്ഷ കോടതി നടപ്പിലാക്കാനും വേണ്ടി ഞാൻ ഏത് അറ്റം വരെയും പോകും. എന്തിനു വേണ്ടി ഞാൻ പോരാടാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഇതിൽ നിന്ന് പിന്നോട്ടേക്കില്ല. ഇതൊക്കെ ആരാ ജയിക്കും ആര് തോൽക്കുമെന്ന് കാണാം, ആർക്കാ ഇവിടെ നീതി നടപ്പിലാക്കുക എന്നതും കാണാമെന്ന് നമ്മുടെ വിജയ് ശങ്കറിനെ വെല്ലുവിളിക്കുന്നുണ്ട് അർച്ചന.